രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. മുന്നണികളിലും പാർട്ടികളിലും പുതിയ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായ ഒരു പുതിയ കാര്യം, KTDC ചെയർപേഴ്സണായിരുന്ന PK ശശി രാജിവെച്ചിരിക്കുന്നു. CPM പാർട്ടി നേതാവായ PK ശശിയുടെ രാജിയിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം പാർട്ടി വിട്ടു പോവുകയാണോ? മാർഷലെ, അങ്ങനെ ഒരു സൂചനയാണോ PK ശശി നൽകുന്നത്? അതായത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി അദ്ദേഹം വരുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. ചിലപ്പോൾ അത് പേര് മാറാം. എന്തായാലും കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകുന്നില്ല, UDF-ലേക്ക് അദ്ദേഹം പോകുന്നില്ല, മറിച്ച് ഒറ്റപ്പാലത്ത് അതെ കമ്മ്യൂണിസ്റ്റാന്ന് പറയുന്നത് മാത്രമല്ല ഒരു ഭീഷണിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭീഷണിയായിട്ട് അതേ പാർട്ടിയിലെ അണികളുമായി ചേർന്ന് മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് എനിക്ക് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലേക്ക് പോകുന്നതോ എന്തൊരു അവസരവാദിയായിട്ട് പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒന്നുമല്ല, മറിച്ച് ഇതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പോരാടി, അത് നടന്നില്ല, അതുകൊണ്ട് ഞാനിത് സ്വന്തമായിട്ട് ഒരു പാർട്ടിയുണ്ട്. കൊഴിഞ്ഞാമ്പാറയിലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ പാലക്കാട്ടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടി ആണ് ഇതിൻ്റെ ഒരു മാറ്റമെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥിയാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് സെൽവരാജും ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, പിന്നെ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മാറി. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. UDF സ്ഥാനാർത്ഥിയാവുക പോസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അതേ പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി PK ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച അണികൾ തന്നെ ചോദിക്കില്ലേ, തീവ്രത കുറഞ്ഞതുകൊണ്ടാണോ സാറേന്ന്? അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ പറ്റുമോ? അതാണ് പുള്ളിയുടെ ഒരു ലക്ഷ്യം, അതായിരിക്കും. ഒരുപക്ഷെ തീവ്രത കുറഞ്ഞ ആളാണ്, എന്തുകൊണ്ടോ എനിക്ക് തീവ്രത കുറഞ്ഞ കാര്യമാണല്ലോ ചെയ്തത് എന്നുള്ളതായിരുന്നല്ലോ അവരുടെ ന്യായീകരണം. ഇതില് CPM-നെ സംബന്ധിച്ചോളം 2-3 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ PK ശശി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൽ ശശി മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ ആവശ്യങ്ങൾ, ഒന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒപ്പം പാർട്ടി നടപടിയെടുത്തിട്ടുള്ള കുറേ പേരെ തിരിച്ചെടുക്കണം എന്നുള്ളത്, സാധാരണ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടപടി സ്വീകരിക്കണം എന്നൊക്കെ തുടങ്ങിയിട്ട് കുറേ ആവശ്യങ്ങൾ അദ്ദേഹം പലപ്പോഴായിട്ട് ജില്ലാ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചതാണ്. സംസ്ഥാന നേതൃത്വം അതെല്ലാം പാടെ നിർത്തി, അതൊന്നും അംഗീകരിക്കാതെ വന്നു. പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ലൈനിലേക്ക് പാർട്ടി മാറിയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഒറ്റപ്പാലത്ത് പുള്ളി മത്സരിച്ചാൽ അതൊരു പക്ഷേ CPM-ന്റെ കുറച്ച് വോട്ടുകളെ സ്വാധീനിക്കില്ലേ? അല്ല, നമുക്കൊന്ന് ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകൾ മുമ്പും ഇതേമാതിരിയുള്ള ഉരുൾപൊട്ടലുകൾ കണ്ടിട്ടുള്ളതാണ്. MR മുരളി ഇതുപോലെ ഷൊർണൂരിൽ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടിയോ എന്തോ സംഭവം ഉണ്ടാക്കിയതുപോലെ അന്നും ഇത് ഷൊർണൂരിലെ ഒറ്റപ്പാലത്തോ അന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് നമുക്കറിയില്ല. ഇതിൽ കണ്ടത് VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് പാലക്കാട് ജില്ല വിഭാഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. എന്ന് മാത്രമല്ല, CPM-ന്റെ 1998 ചരിത്ര പ്രസിദ്ധമായ സമ്മേളനം നടന്നതും പാലക്കാടാണ്. ഇപ്പോൾ VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് AK ബാലന്റെ നേതൃത്വത്തിൽ പിണറായി പക്ഷത്തും NN കൃഷ്ണദാസന്റെ നേതൃത്വത്തിൽ VS പക്ഷത്തും പാലക്കാട്ടെ പാർട്ടി രണ്ടായി നിൽക്കുന്ന സമയത്ത് പിണറായി പക്ഷത്തിന്റെ ഒരു ശക്തനായ വക്താവ് എന്നുള്ളതിലാണ് PK ശശിയുടെ എമർജൻസ്. PK ശശി യഥാർത്ഥത്തിൽ നേരത്തെ പാർട്ടിയിൽ പുറത്തു കൊണ്ടാണ്. പിണറായി വിജയന്റെ ഒരു വാത്സല്യമോ സംരക്ഷണമോ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ ദിവസം വരെയും KTDC-യുടെ ചെയർമാൻ സ്ഥാനത്ത് തുടർന്നത്. പാലക്കാട്ടെ പാർട്ടിക്ക് അദ്ദേഹം പണ്ടേ ഭ്രഷ്ടനാണ്. വളരെ രൂക്ഷമായ വാക്കുകളിലാണ് EN സുരേഷ് ബാബു മുതൽ SFIയുടെ നേതാവായ ആർഷോ വരെ അവിടെ അങ്ങേയറ്റം കഠിനമായ വാക്കുകളിലാണ് ശശിയെ വിമർശിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ ഒരു എന്താ പറയുക, ഒരു വാത്സല്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ നിമിഷം വരെ അല്ലെങ്കിൽ ഈ ദിവസം വരെ KTDC ചെയർമാൻ സ്ഥാനത്ത് തുടർന്നത് എന്നുള്ളതേ ഉള്ളൂ. പാലക്കാട്ടെ പാർട്ടിക്ക് അദ്ദേഹം എപ്പോഴോ പുറത്തായ ആളാണ്. പാലക്കാട് ഇങ്ങനെ ജില്ലയിൽ അസംതൃപ്തരായി കഴിയുന്ന പാർട്ടി മറ്റു ആളുകളെല്ലാം കൂടെ ചേർന്നൊരു പുതിയ സംവിധാനം ഉണ്ടാക്കുന്നു എന്നാണ് അറിയുന്നത്. അതെ, അല്ല, അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഗ്രൗണ്ടില്ല. അതായത് പാലക്കാട്ടെ പാർട്ടി ഒരു തരത്തിലും അടുപ്പിക്കുക എന്നൊരു സമീപനത്തിലേക്ക് പോകുന്നില്ല. പാർട്ടിയുടെ 40,000 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളിൽ അയാൾ എന്ത് ചെയ്താൽ എന്ത് എന്ന് പാർട്ടി സെക്രട്ടറി പരസ്യമായി ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന, അവിടെ എതിരാളിയായി കാണുന്ന മണ്ണാർക്കാട് മേഖലയിൽ ഒരുപക്ഷെ കായികമായ സംഘർഷത്തിന് പോലും മുതിരുന്ന അവസ്ഥയുള്ളതിനടുത്ത് ഇനി പാലക്കാട്ടെ CPM-ൽ PK ശശിക്ക് സ്ഥാനമില്ല. പിണറായിയുടെ ഇനി എത്ര ഗുഡ് ബുക്കിൽ വന്നാലും അവിടെ സ്ഥാനമില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് പുതിയൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്നുള്ള നിലയിൽ പുതിയൊരു പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. K ബാബു തൃപ്പൂണിത്തറയിൽ നിന്ന് ഇനി മത്സരിക്കാനില്ല. തൃപ്പൂണിത്തറയിൽ നിന്നല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. കോൺഗ്രസിൽ വളരെ അപൂർവമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ K ബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി കൂടി പരിഗണിച്ചാണ് അദ്ദേഹം സ്വമേധയാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. നമ്മൾ അതിൽ കാണേണ്ട ഒരു കാര്യം, ഇപ്പൊ തൃപ്പൂണിത്തറ, പക്ഷേ ഇതിനേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും മത്സരിച്ച ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയുന്നത്. പക്ഷേ K ബാബു കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് അദ്ദേഹം 2021 ജയിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങനെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല കോൺഗ്രസ് പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ പൊതുരാഷ്ട്രീയ
രാഷ്ട്രീയത്തിലോ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. കെ ബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു താല്പര്യ നഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ കെ ബാബുവിനെ നമ്മൾ ഒരു വാശി തോറ്റ മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചു കാണിക്കണം എന്ന് മാത്രമാണ് കഴിഞ്ഞ തവണ 2021 കാണിക്കുകയും ചെയ്തു. നമ്മൾ അതിൽ കെ ബാബുവിന്റെ ഒരു രാഷ്ട്രീയത്തെ നോക്കുമ്പോൾ കാണുന്നത് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് പരമ്പരാഗതമായി തന്നെ ഇടതുപക്ഷത്തിന്റെ എറണാകുളം ജില്ലയിലെ ഏറ്റവും അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. ആ മണ്ഡലത്തിൽ CPM-ന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ആൾക്കാരെ, എറണാകുളത്തെ എന്നല്ല ഒരു കാലത്ത് കേരളത്തിലെ തന്നെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായി അറിയപ്പെടുന്നപ്പോൾ നോക്കൂ, MM ലോറൻസിനെയും കെ രവീന്ദ്രനാഥിനെയും അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. CM ദിനേശ് മണിയെയും കെ ചന്ദ്രൻപിള്ളയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഗോപി കോട്ടമുറിക്കലിനെയും പരാജയപ്പെടുത്തി. അപ്പൊ എറണാകുളത്തെ CPM-ന്റെ എല്ലാമായിരുന്ന നേതാക്കളെ അവരുടെ ഏറ്റവും സേഫ് ആയ സീറ്റ്, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മത്സരിക്കാനായി അവർ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിൽ തുടർച്ചയായി തോൽപ്പിച്ചാണ്. 91 മുതൽ അദ്ദേഹം 2011 വരെ തുടർച്ചയായി ജയിച്ചിട്ടാണ് തൃപ്പൂണിത്തുറയുടെ MLA ആയത്. 2016 ബാർക്കോഴ വിവാദം അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ആകെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ വിക്ടറി അവിടെ M സ്വരാജ് നേടുന്നത് വരെ വിജയം മാത്രം ഉണ്ടായിരുന്ന ആളാണ് കെ ബാബു. ആ തോൽവിക്ക് അദ്ദേഹം 2021 ജയിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ കെ ബാബുവിനെ സംബന്ധിച്ച് കെ ബാബുവിന്റെ രാഷ്ട്രീയ വിരമിക്കലാണ്. നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടിയുടെ വലങ്കയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തനായ, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാവാനും കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ സാമാന്യമായ കാര്യം. അത് ഈ കെ ബാബു മാത്രമൊന്നുമല്ലോ, രണ്ടുപേരെ വിട്ടുപോയിട്ടുണ്ട്. ചെറിയാൻ ഫിലിപ്പ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. VM സുധീരൻ ഒരു കാര്യം, ചെറിയാൻ ഫിലിപ്പ് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്, ചെറിയാൻ ഫിലിപ്പിന് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് കിട്ടില്ല എന്ന് ചെറിയാൻ ഫിലിപ്പിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അതായിരിക്കും. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരിൽ ചെറിയാൻ ഫിലിപ്പ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. VM സുധീരൻ അതുപോലെ അദ്ദേഹം മത്സരിക്കില്ല. പക്ഷെ അദ്ദേഹം ഇപ്പൊ മണലൂരാണുള്ളത്, തൃശ്ശൂർ തന്നെ അദ്ദേഹം സ്റ്റേ ചെയ്യാണ്. പക്ഷെ അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നേരത്തെ തന്നെ, അതായത് ഏറ്റവും അവസാനം ആലപ്പുഴയിൽ 2004 മത്സരിച്ച് തോക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇനി ഇല്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ഏറ്റവും അവസാനം 2004 സോണിയാഗാന്ധി പറഞ്ഞു, നിർബന്ധിച്ചതിന്റെ പേരിലാണെന്ന് പറഞ്ഞ് മത്സരിച്ചു, തോറ്റു. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കുകയാണത്. അതാണ് ഞാൻ പറഞ്ഞു, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ ബാബുവിന് പകരക്കാരൻ ആര് എന്നൊരു ചോദ്യമുണ്ട്. രമേശ് പിഷാരടിയുടെ പേരൊക്കെ ആദ്യം കേട്ടിരുന്നു. പക്ഷേ ഇനി കോൺഗ്രസ് ആരെ അവിടെ ഡിഫെൻഡ് കൊണ്ടുവരും കെ ബാബുവിന് പകരം എന്നുള്ളൊരു ചോദ്യം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് നഷ്ടപ്പെടാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. CPM പരിഗണിക്കുന്നത് കൊച്ചി മേയറായിരുന്ന അനിൽകുമാറിനെയാണ് എന്ന് കേൾക്കുന്നത്. അനിൽകുമാർ ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. കൊച്ചി കോർപ്പറേഷൻ നല്ല രീതിയിൽ വികസനം കാഴ്ചവെച്ച ടൈം പീരീഡ് ആയിരുന്നു. അപ്പം അനിൽകുമാറാണ് അവിടെ വരുന്നതെങ്കിൽ ഒപ്പോസിഷനിൽ ആര് വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കേൾക്കുന്ന രാജു പി നായർ, M ലിജു, പിന്നെ ഇടയ്ക്ക് പിഷാരടി. ഈ പേരുകൾ നേരത്തെ AICCയുടെ പേരിൽ വന്ന പട്ടികയിലും ഈ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ രമേശ് പിഷാരടിയെ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുമോ? കോൺഗ്രസ് മറ്റ് ചില പരിഗണനകൾ നോക്കുമ്പോൾ അവിടെ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാൻ കഴിയുമോ എന്ന പ്രശ്നമുണ്ട്. രാജു പി നായരുടെ കാര്യത്തിലാണെങ്കിൽ കെ ബാബു മത്സരിക്കുന്നില്ല എങ്കിൽ പോലും രാജു പി നായർ മത്സരിക്കുന്നതിനോട് കെ ബാബുവിന് അത്ര ഒരു താല്പര്യമില്ല എന്ന് അവിടുത്തെ BJPയുടെ സ്ട്രെങ്ത്തും കൂടി ഇപ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിച്ചെടുത്തതാണ്. ഒരു PR ശിവശങ്കർ അല്ലെങ്കിൽ KVS ഹരിദാസ്, ഇവർ രണ്ടുപേരും തോന്നുന്നു. PR ശിവശങ്കറും KVS ഹരിദാസും ഒക്കെ പരിഗണനയിലുണ്ട്. ശിവശങ്കറിനാണ് കൂടുതൽ സാധ്യത. പക്ഷേ BJP പുറത്തു നിന്ന്, അതായത് ഇതുപോലെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ, നമ്മൾ നേരത്തെ വട്ടിയൂർക്കാവിന്റെ കാര്യം പറഞ്ഞ പോലെ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ ആലോചിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. 4000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന തൃപ്പൂണിത്തുറയിൽ തുറവൂർ വിശ്വംഭരൻ, KS രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ വന്നപ്പോൾ അത് 28,000 വോട്ടായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഒറ്റയടിക്കാണ് അവർ 25,000 വോട്ട് കൂടിയത്. 10 വർഷം കൊണ്ട് BJP 25,000 തൊട്ട് 30,000 വോട്ട് വരെ വർദ്ധിപ്പിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. നഗരസഭാ പരിസരം അവിടെ മാത്രമാണ്, അല്ലാതെ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ അത്ര BJP ശക്തമല്ല. ഇപ്പൊ ഇത്തവണ മാത്രമല്ല, ഇത്തവണ നഗരസഭ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് വേഴ്സസ് K മുരളീധരൻ എന്നുള്ള ചിത്രം വ്യക്തമായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്ന മറ്റൊരു ഊഹോപോഹം, അതൊരു റൂമർ മാത്രമാണ്. BJP അദ്ദേഹത്തിന്റെ സഹോദരി പത്മജയെ വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സഹോദരനെ മത്സരിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത്. R ശ്രീലേഖയും കൃഷ്ണകുമാറുമാണ് അവിടെ മറ്റ് പരിഗണനയിലുള്ളത്. പിന്നെ തിരുവനന്തപുരം സെൻട്രലിൽ ഈ പറഞ്ഞതുപോലെ VS ശിവകുമാറും ഒപ്പം ശബരിനാഥിനെയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ശബരിനാഥിനെ നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ശബരിനാഥൻ ഇത്തവണ അസംബ്ലിയിൽ മത്സരിക്കാൻ ഉണ്ടാവില്ല എന്നും കേൾക്കുന്നുണ്ട്. ഇനി നിയമത്തേക്ക് ഒരു ഫൈറ്റിന് വേണ്ടി ശബരിനാഥനെ ഇടുമോ എന്നറിയത്തില്ല. മറ്റൊന്ന്, CPM ആ മണ്ഡലം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിനോട് ജനാധിപത്യ കേരള കോൺഗ്രസിനും ആന്റണി രാജനും കടുത്ത എതിർപ്പാണ്. അദ്ദേഹം ഇപ്പം നാളെ ഞായറാഴ്ച നടക്കുന്ന LDF യോഗത്തിനും അതിനുശേഷം അദ്ദേഹം പറയുന്നത് അയോഗ്യത സ്ഥാനാർത്ഥിക്ക് മാത്രമേ ഉള്ളൂ. ഇത് ആർക്ക്? ആന്റണി രാജന് മാത്രമേ ഉള്ളൂ, പാർട്ടിക്കില്ല. വേറെ
ശക്തമായ മത്സരം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ആ പാർട്ടിക്കകത്തുണ്ട്. പാർട്ടിക്കകത്ത് ഇല്ലെങ്കിൽ അവർ മറ്റൊരു സുരേന്ദ്രൻ പിള്ളയെ പണ്ട് നേമത്ത് മത്സരിപ്പിച്ചതുപോലെ ഇരിക്കും. വോട്ടിൽ നിന്നു. അതുപോലെ ആ പാർട്ടിയുടെ ഒരു സീറ്റ് എന്ന ക്ലെയിം നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സീറ്റ് എന്നുള്ളത് ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും. ഇപ്പോൾ എന്തായാലും LDF-ഉം ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഞായറാഴ്ച LDF യോഗം ചേർന്നു. നാളെ CPI-യുടെ നേതൃയോഗമുണ്ട്. മറ്റന്നാൾ ശനിയാഴ്ച CPM-ന്റെ നേതൃയോഗമുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ഇതിന് പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ അവരുടെ ക്ലെയിം അവർ ഉന്നയിക്കുമ്പോൾ തന്നെ CPM V ശിവൻകുട്ടിയെ താൽക്കാലികമായിട്ട് ഈ മണ്ഡലത്തിന് ചുമതല ഏൽപ്പിച്ച് അവിടെ വികസന ജാഥയൊക്കെ നടത്തി CPM ആ സീറ്റ് ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രതീതി വരുത്തി. ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കുമെന്നാണ്. അവരതിന് സ്ഥാനാർത്ഥികളെ തപ്പി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആന്റണി രാജുവിന് പകരക്കാരനായിട്ട് ഒരു സീറ്റ് പോകാനുള്ള സാധ്യതയെ കാണുന്നില്ല. അതിനെ പറ്റിയ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ആന്റണി രാജു ആയതുകൊണ്ട് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ. വട്ടിയൂർക്കാവ് നമുക്ക് K മുരളീധരനെ ഉറപ്പിക്കാം. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. അതായത് വട്ടിയൂർക്കാവ് K മുരളീധരൻ വരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിജയിപ്പിച്ച സമയത്ത് അത് ഇട്ടിട്ട് നേരെ പോയ ആളാണ്. ഇനിയും ഇവിടെ വട്ടിയൂർക്കാവ് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളോട് എന്ത് പറയുമെന്നാണ് അറിയേണ്ടത്. ശരിക്കും K മുരളീധരന്റെ കൈവെള്ളിൽ ഇരുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലമായിരുന്നു. അതിനെ ശരിക്കും അതിന്റെ ഉത്തരവാദി അദ്ദേഹം അല്ല, കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഒരു MLA-ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? വടകര കിട്ടണമെങ്കിൽ അദ്ദേഹം വടകരയ്ക്ക് വണ്ട് കയറിയ ആള് വടകരയും പോയി തൃശ്ശൂരും പോയി അവിടുന്ന് തിരിച്ച് വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരുമ്പോ ഇവിടെ മേയർ ബ്രോ എന്നുള്ള ഒറ്റ പേരിൽ 3-ാം സ്ഥാനത്ത് കടന്നിരുന്ന LDF ഒന്നാമത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP ആണ് അവിടെ ഒന്നാമത്. BJP-യുടെ വോട്ട് അതിഭീകരവുമാണ്. അത് മറികടക്കാനായിട്ട് K മുരളീധരൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്ന്, നേമത്ത് നിന്ന് K മുരളീധരൻ RSS-ന് നല്ലൊരു പണി കൊടുത്ത സ്ഥിതിക്ക് ഇവിടുത്തെ BJP വോട്ടുകൾ വളരെ കൃത്യമായിട്ട് ഏകീകരിക്കപ്പെടും. അത് K മുരളീധരൻ ഒരിക്കൽ പോലും RSS-ന്റെ കയ്യിൽ നിന്നോ BJP-യുടെ കയ്യിൽ നിന്നോ ഫ്ലോട്ടിംഗ് വോട്ടുകൾ ചലിക്കത്തേയില്ല. അങ്ങനെ സ്വിങ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം വട്ടിയൂർക്കാവിൽ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സ്ഥാനാർത്ഥികൾ അത്ര ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളല്ലല്ലോ. ഇപ്പോൾ ആർശ്രീയിലേക്ക് ആയാലും ശരി, നടൻ കൃഷ്ണകുമാർ ആയാലും ശരി. അപ്പൊ അങ്ങനെ ഒരു ത്രികോണ ശക്തമായ PV രാജേഷ് കഴിഞ്ഞ അവിടെ നിന്നു. അതിന് മുമ്പ് കുമ്മനം രാജശേഖരൻ നിൽക്കുകയും ചെയ്തു. ഇനി ഒരു പക്ഷേ VV രാജേഷ് മേയർ ആയതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല, ഇവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി വരാതിരിക്കത്തില്ല. ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ BJP മണ്ഡലങ്ങളിൽ ഒന്നാണത്. മണ്ഡലമാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കളാരും പേര് പറഞ്ഞു കേൾക്കുന്നില്ല. ഇപ്പൊ ഒരു 30 പേരുടെ ലിസ്റ്റ് ആയെന്ന് പറയുന്നുണ്ടല്ലോ. ഈ കൃഷ്ണകുമാറും നമ്മൾ മറ്റു പേരുകളും ഒക്കെ അവരായിട്ട് അങ്ങ് ആഗ്രഹിച്ചതാണ്, അല്ലാതെ പാർട്ടി ആഗ്രഹിച്ചതല്ല. അങ്ങനെ ഒരു ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ K മുരളീധരന് കടുത്ത മത്സരമൊക്കെ നിയമം പോലെ തന്നെ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയാൽ അത്ഭുതപ്പെടേണ്ട മണ്ഡലമല്ല വട്ടിയൂർക്കാവ്. ഈ മുരളീധരന്റെ കാര്യം പറയുമ്പോൾ K മുരളീധരന്റെ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ചരിത്രത്തിൽ മണ്ഡലങ്ങൾ മാറി മാറി, അതുപോലെ തന്നെ നിയമസഭയിൽ ലോക്സഭയിൽ കൂടുതൽ മാറി മാറി മത്സരിച്ച ഒരു നേതാക്കളിൽ ഒരാളാണ്. 11 തവണ മത്സരിച്ചതിനകത്ത് 7 തവണ മന്ത്രിയായിട്ടിരുന്ന് തോറ്റ് അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാണ്. ഞാനൊരു സംശയം, K മുരളീധരൻ എങ്ങനെയാണ് ഈ വലിയ ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്നത്? K കരുണാകരന്റെ മകനാണ് എന്നുള്ളതല്ലാതെ, KPCC പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതല്ലാതെ, ഒരേ സമയം NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ മനുഷ്യൻ എന്നുള്ളത് ഈ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്ത് 7 തവണ പരാജയപ്പെട്ടു പോയ ഒരാളാണ്. ഒരാൾ മന്ത്രിയായിട്ടിരുന്നിട്ട് ജയിക്കാൻ പറ്റുന്നില്ല. അതും വടക്കാഞ്ചേരിയിൽ അദ്ദേഹം മത്സരിച്ചിട്ട് പരാജയപ്പെട്ടു പോവാണ്. അപ്പോൾ അത് ഈ കോൺഗ്രസ് വിഭാഗീയതയുടെ അങ്ങേയറ്റത്ത് പലപ്പോഴും മുരളീധരൻ ഇരയായിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ കോൺഗ്രസിൽ അദ്ദേഹം 2001 KPCC പ്രസിഡന്റ് ആയ ആളാണ്. വിഭാഗീയത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ DIC പരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പല നേതാക്കളെക്കാളും മുമ്പേ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ എത്തേണ്ട ആളാണ്. ആളുകളെ ക്യാച്ച് ചെയ്യാനുള്ള ശേഷിയും ലെഗസിയുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ മിസ്കാൽക്കുലേഷൻസ് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഈ മിസ്കാൽക്കുലേഷൻസും ആകാം, ചില സന്ദർഭത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് വഴങ്ങിയത് കൊണ്ടുപോകാം. ഇപ്പോൾ ഈ അഭിലാഷ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് അന്ന് ഇതുപോലെ കോൺഗ്രസ് വിട്ടുപോകാൻ തീരുമാനിച്ചു. ഇല്ലായിരുന്നെങ്കിൽ K മുരളീധരൻ ഇന്ന് പാർട്ടിയിൽ വേറൊരു നിലയിലായി. അതുപോലെ തന്നെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം വിടേണ്ടി വന്നതും K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബ്രേക്കാണ് പിന്നെ ഉണ്ടാക്കിയത്, അതായത് ഒരു ഗ്യാപ്പാണ് ഉണ്ടാക്കിയത്. രാഷ്ട്രീയത്തിൽ ഭാഗ്യനിർഭാഗ്യങ്ങളും ഉണ്ടല്ലോ, അതിന്റെയും കൂടി ഇരയാണ് യഥാർത്ഥത്തിൽ K മുരളീധരൻ. ഇല്ലെങ്കിൽ പണ്ടേ ഒരു മുഖ്യമന്ത്രി പൊസിഷനിലേക്കോ KPCC പ്രസിഡന്റായി കുറച്ചുകൂടി വലിയ പൊസിഷനിലേക്കോ വരേണ്ട ആളാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു മുന്നണികളും സ്വീകരിക്കുന്ന സമൂഹ മാധ്യമ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്?
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ എനിക്ക് തോന്നുന്നു ഇത്തവണ സമൂഹ മാധ്യമങ്ങളിലും കൂടി യുദ്ധം തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഗ്രൗണ്ട് ലെവലിൽ മാത്രമാണ്, ഇപ്രാവശ്യം അങ്ങനെയല്ല. CPM അതിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ പുതിയൊരു വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ PR-നെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി സ്വന്തമായ ഒരു വെബ്സൈറ്റ്, ഇരുണ്ട കാലം എന്നാണ് അതിന് പേര്. അപ്പം ഇരുണ്ടകാലം.com എന്ന് നമ്മൾ ഇതാക്കിയാൽ നല്ല മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേ ഔട്ടാണ്. ഇനിയും തിരികെ വേണോ ആ ഇരുണ്ട UDF കാലം എന്നാണ്. അപ്പം നമ്മൾ ഒരു സാധാരണ ഇപ്പം നമ്മളൊരു വെബ് സീരീസ് എന്തെങ്കിലും കാണാണെങ്കിൽ സ്കിപ്പ് ഇൻട്രോ എന്നിട്ട് നല്ല ഭാഗത്തേക്ക് പോകാൻ, ഇവിടെ സ്കിപ്പ് ടു ഡാർക്ക് പേജസ് ആണ് അതിൻ്റെ ഓപ്പണിംഗ്. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് ഡാർക്ക് പേജസിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ആ പഴയ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ മന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ഓരോ മന്ത്രിമാരെ എണ്ണിയോ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് മകനെ തിരിച്ചു വരല്ലേ. അപ്പം പല ആൾക്കാരും മരിച്ചുപോയി. ഇബ്രാഹിം കുഞ്ഞുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല ആധുനികവൽക്കരണ ഫണ്ടിൽ തിരുമറി, VS ശിവകുമാർ സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാർ, ലീഗിന് വഴങ്ങി 5-ാം മന്ത്രിസ്ഥാനം, KM ഷാജി, അത് പിന്നെ MLA-മാർക്ക് വേറെ തന്നെയുണ്ട്, വർഗീയത പടർത്തുന്ന, അങ്ങനെ തകർന്നടിഞ്ഞ പൊതുവിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ബാർക്കോഴ മുതൽ സോളാർ മുതൽ. ഇതിൽ ഏറ്റവും കൗതുകം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാലയളവിലുള്ള എല്ലാ ചാനലുകളുടെയും റിപ്പോർട്ടുകൾ സഹിതം അന്ന് നമ്മൾ ഓരോ വാർത്താ മാധ്യമങ്ങളും എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തോ അതിൻ്റെ ശകലങ്ങളൊക്കെ ചേർത്ത് ഒരു കംപ്ലീറ്റ് സ്റ്റോറി, ആ കാലയളവിൽ ഉയർന്ന ആരോപണങ്ങൾ, വികസന പതിപ്പം, ഗെയില് അത് നിലച്ചുപോയ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു ഇരുണ്ട കാലം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. അതിന് നല്ല രീതിയിൽ സ്വീകാര്യത, ഇപ്പം MLA-മാരൊക്കെ അത് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഴയ വെബ്സൈറ്റിൽ പോയിട്ട് ഇതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും നോക്കാനൊന്നും മനുഷ്യന് സമയമുണ്ടോ? അതിന് പകരം അപ്പുറത്ത് കൊണ്ടുപോയി ഒരു പോറ്റിയെ കയറ്റി എന്നൊരു പാട്ട് ഇറക്കി കഴിഞ്ഞാൽ അതിനായിരിക്കും ആളുകൾ കൂടുതൽ ട്രാക്ഷൻ കിട്ടുക. അതാണ് കാലം ആയിരിക്കും. പക്ഷേ സാധാരണ നമ്മൾ നോക്കൂ, ഒരു വികസനം ഇപ്പം 10 വർഷമായി CPM ഭരിക്കുന്നു. അപ്പം CPM അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ശരി വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. അതൊരു പക്ഷേ ഈ പോറ്റിയെ കയറ്റിയ പാർട്ടിയിൽ വർക്കായില്ല. അതുകൊണ്ട് ഒരു പുതിയ രീതിയിൽ ഒരു പുതിയ പരിഷ്കരണമാണ് PR വർക്ക് ചെയ്യുന്നുള്ളത്. നരേന്ദ്രമോദിയാണ് ആദ്യം കാണിച്ചത്. എങ്ങനെയാണ് ഈ PR ഏജൻസിനെ യൂസ് ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെ യൂസ് ചെയ്യണം വോട്ടർമാരിലേക്ക് എത്താൻ എന്നുള്ള കാര്യം. ഇപ്പം ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ മറന്നുപോയ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മാത്രമല്ല ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അക്സസിബിൾ ആണ്, വളരെ ഈസി ആയിട്ട്. ഓരോ മന്ത്രിമാരെയും നമുക്ക് സെലക്ട് ചെയ്ത് അവർക്കെതിരെ ഉണ്ടായിരുന്ന UDF-ന് കടക്കുപുറത്തിന് മറുപടി. അത് മാത്രം സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ട് ഓരോ ദിവസത്തെ സതീശന്റെ വാർത്താ സമ്മേളനം, VD സതീശന്റെ വാർത്താ സമ്മേളനത്തിലെ നുണകൾ, അതിലെ വസ്തുത എന്താണ്, അങ്ങനെ ഈ 2 രീതിയിൽ പുതിയ ഒരു ന്യൂ ഏജ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് വികസനത്തിനാണ് വോട്ട്, വികസനം പറയൂ, രാഷ്ട്രീയമല്ല വികസനം പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ LDF കഴിഞ്ഞ 9 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പല പദ്ധതികൾ അവർ വെക്കുന്നു. വിഴിഞ്ഞം വെക്കുന്നുണ്ട്, ലൈഫ് പദ്ധതി വെക്കുന്നുണ്ട്, നേരത്തെ ഗെയില്, ദേശീയപാത, സ്കൂളുകളുടെ വികസനം, ഇതെല്ലാം അവർ മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് വികസനമല്ല. ഇപ്പോൾ ആ വികസനത്തിലേക്ക് ആരും പിടിക്കുന്നില്ല, മറിച്ച് വിശ്വാസത്തിലേക്കാണ് മാറുന്നത്. വിശ്വാസവും അതിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഇടത് ഹാൻഡിലുകൾ കൃത്യമായി പറയുന്നത്. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞിരുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇപ്പോൾ സംസാരിക്കാത്തത്? കാരണം ഇവിടെ വികസനം നടപ്പായി. ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതി ഉണ്ടോ എന്നുള്ള ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ഏതെങ്കിലും മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കൂ എന്ന് പറയുന്നു. അത് തെളിയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അടുത്തത്, വികസനത്തെ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതിനെതിരെ മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മിണ്ടാതിരിക്കുന്നു മാത്രമല്ല, അവർ UDF മിണ്ടാതിരിക്കുന്നു. അതെ, പിന്നെ ഈ ഓരോ പദ്ധതിയും ഞങ്ങൾ എതിർക്കും, അത് പരാജയപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന സാധനമുണ്ട്. അത് കട്ട് ചെയ്ത് പ്രത്യേകം ഇറക്കുന്നുണ്ട്. അതിനല്ല, ഇതിപ്പം ചിലപ്പോൾ ഒരു നുണ പല ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ള ആ ഒരു ഹിറ്റ്ലർ മോഡൽ തന്ത്രം ഇവിടെ വില പോകില്ല എന്നാണ് ഇവർ കാണിക്കുന്നത്. കാരണം സത്യം ചെരുപ്പിടുമ്പോഴേക്കും ഇലക്ഷൻ കാലത്ത് 2 കൂട്ടർ നടത്തും. അപ്പൊ അതിൽ ആർക്കാണ് മേൽക്കൈ എന്നൊക്കെ ഇതൊക്കെ മാത്രമല്ല, ഈ സൈബർ ഇടങ്ങൾ എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ എക്കോ ചേമ്പറുകളുമാണ്. എന്താണോ ഫോളോ ചെയ്യുന്നത് അതാണ് കൂടുതലായി വരിക. അപ്പോൾ എത്ര ഒഫൻസീവ് സൈബർ ഇടത്തിൽ നടത്തിയാലും അത് തന്നെയാവും സക്സസ് എന്നൊന്നും നമുക്ക് കരുതാനില്ല. പക്ഷെ വളരെ പ്രൊഫഷണലായി BJP 2014 BJP കാണിച്ചു തന്നിട്ടുള്ള, പിന്നീട് അവർ 2019 ചെയ്തിട്ടുള്ള ഒരു മോഡലുണ്ട്. ആ ഒരു മോഡൽ ഇപ്പോൾ CPM വളരെ അഗ്രസീവ് ആയിട്ടുള്ള സൈബർ ഒഫൻസീവിന് പോകുന്നു. വിജയിക്കോ ഇല്ലയോ? എന്റെ അഭിലാഷം ഇപ്പൊ സീരിയൽ കാണാൻ പറ്റുന്നില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല സീരിയൽ കാണാതിരുന്നപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഈ സമൂഹ മാധ്യമ യുദ്ധം നയിക്കുന്ന നികേഷ് കുമാർ
AK സെന്ററിൽ ഇരുന്നാണല്ലോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോയാൽ ഈ യുദ്ധം പിന്നെ ആരും നയിക്കും? അത് വേറെ ആൾക്കാരുണ്ടാവും. ഇന്ന് വന്നേക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഇന്ന് വന്നേക്കുന്ന വാർത്തയിൽ എന്താണ്, ഇടത് സൈബറിൽ എന്താ പൊട്ടിത്തെറി, അവിടെ പോയി ഇവിടെ പോയത്. ഞാൻ ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പൊട്ടിത്തെറിച്ച് പുറത്തു പോയെന്ന് പറയുന്ന ആൾക്കാരെ മൂന്നിനെയും വിളിച്ചു. 3 പേരും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും പൊട്ടിത്തെറിക്ക് കാരണമായ നികേഷിനെ വിളിച്ചു. നികേഷൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അപ്പം ഇടത് ഹാൻഡിലിൽ നിന്ന് ഇങ്ങനൊരു സാധനം വരുമ്പോൾ അതിനെ, ഈ ഇരുണ്ട കാലം എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമാണെന്നാണ് അവർ പറയുന്നത്. നികേഷ് കുമാർ മത്സരിക്കും? നികേഷ് പിന്നെ ഉറപ്പായിട്ട് നികേഷ് മത്സരിക്കും. എവിടെയായിരിക്കും സീറ്റ്? സീറ്റ് എവിടെ ആയിരിക്കും പറയാൻ പറ്റില്ല. തളിപ്പറമ്പിലാണ് സാധ്യത. അല്ല, അത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അറിയേണ്ട കാര്യമാണ്. പക്ഷേ സൈബർ ക്യാമ്പയിനിൽ LDF ഒരു മേൽക്കൈ കഴിഞ്ഞ തവണ ഉണ്ടായി എന്നൊരു തോട്ട് UDF UDFന്റെ സൈബർ വിങ്ങും വളരെ വളരെ സജീവമാണ്. അതിന് എത്ര ഏകോപിത സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഈ സ്വയം പ്രഖ്യാപിത സൈബർ വാരിയേഴ്സ് ഉണ്ടല്ലോ, ഒരു വളരെ വളരെ ആക്റ്റീവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സതീശന്റെ ജാഥ മുന്നോട്ട് പോകുമ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള ഒരു ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ അത്രയും ആ രീതിയിൽ വാച്ച് ചെയ്ത്, ഇപ്പം ഇന്നിപ്പോ വന്നതാണ് സതീശൻ ഒരു പരാതി കൊടുക്കുന്നു, ഒരു സ്ത്രീ വന്നിട്ട് ഒരു അമ്മ വന്നിട്ട് ഒരു പരാതി കൊടുക്കുന്നു, ഒരൊറ്റ സെക്കൻഡിൽ അത് എത്ര പെട്ടെന്നാണ് അത് അവർ ക്യാച്ച് ചെയ്തു, അത് എത്തിക്കേണ്ട രീതിയിൽ അത് 50 വാണം മുകളോട്ട് പോയി പൊട്ടിത്തിരുന്നിടം വരെ ഉള്ള ക്ഷമയില്ലാതെ സതീശ് ആരാണെങ്കിൽ വിളിക്കുന്നു കൈകൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോഴേ അത് അതേപടി വരികയാണ്. നമ്മൾ കണ്ടല്ലോ ഷാഫി പിടിച്ച് പബ്ലിക് ഇവന്റ്സിൽ സംഭവിക്കുന്ന എല്ലാ, ഇപ്പൊ ഗോവിന്ദൻ മാഷിന്റെ സംഗതി വന്നല്ലോ, അതിപ്പോ എല്ലാ ഏത് രീതിയിലും വരാം. അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന കണ്ണുകളാണത്. CPM സൈബർ വിങ്ങിന്റെ പ്രത്യേക ക്യാമറകൾ സതീശനെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലായിടത്തും എല്ലാ ചാനലുകളുടെയും ക്യാമറയുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത് UDFന് തന്നെ പ്രചരണത്തിനകത്തുനിന്ന് ഇത് കിട്ടുന്നുണ്ട്. അവരും ഇതെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ആര്യ പറഞ്ഞത് എനിക്ക് തോന്നിയ ഒരു കാര്യം, അവരൊരു പുതിയ തന്ത്രം അങ്ങോട്ട് പരീക്ഷിക്കുകയാണ്. അവർ ആ തന്ത്രത്തിൽ നിൽക്കുമ്പോൾ ഇതിന് മറുപടി UDF വെക്കുമോ എന്നാണ് കാണേണ്ടത്. ഈ ഇരുണ്ട കാലമല്ല, ആ പുതിയ കാലത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ, ആ പുതിയ കാലത്ത് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അവർ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ബദൽ പറയാൻ പറ്റൂ. ഇന്നിപ്പോ VD സതീശൻ അവരുടെ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ VD സതീശൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സാണ്. യൂട്യൂബേഴ്സ് VD സതീശന്റെ ഇന്റർവ്യൂ അഭിലാഷിന്റെ അടുത്ത് ഇന്റർവ്യൂ വരാത്ത അഭിലാഷ് ചോദ്യങ്ങൾ ചോദിക്കും. അല്ല, ഞാനതിനെ മനസ്സിലാക്കാത്രയാണ് ഇത്. അതെന്താണ് ഒരു നറേറ്റീവായിട്ട് നിന്നങ്ങ് പറയുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂ എന്ന് ഭാവികൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുൻനിര ചാനലുകൾക്ക് മുമ്പിൽ നരേന്ദ്രമോദി അങ്ങനെയല്ലേ ചെയ്യുന്നത്. നരേന്ദ്രമോദി അക്ഷയ് കുമാറിനെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സിനെ, സുജിത് ഭക്തനെ പോലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു. ഷാരിഖ് ഷംസുദ്ദീനൊക്കെ ഈ ഫിനാൻസ് അങ്ങനെയുള്ള രംഗത്ത് പ്രശസ്തനായിട്ടുള്ള ആളാണ്. അപ്പോൾ വേറൊരു തരത്തിലുള്ള ആശയവിനിമയമാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നവരൊക്കെ വരണം എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ അവരെ ആരെയാണോ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു സോഫാർ VD സതീശൻ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് കൺവേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ ഷാരിഖ് ഷംസുദ്ദീന് VD സതീശൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിട്ട് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് പറഞ്ഞത്, ഞങ്ങളുടെ അണികൾ എന്ന് ചോദിക്കുക എത്ര ക്ലാരിറ്റിയോടാണ് പുള്ളി പറയുന്നത് എന്ന് പറയുന്നത് എന്നോട് ഒരു BJP നേതാവ് എന്ന് പറഞ്ഞാൽ അത് ആരെയാണോ അഡ്രസ് ചെയ്യേണ്ടത് അവരെ അഡ്രസ് ചെയ്യുന്ന വിധത്തിൽ അവരത് ആ നിലയ്ക്കുള്ള ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പാക്കേജസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് പണ്ടായിരുന്നു ഈ വീതി പ്രസംഗങ്ങളൊക്കെ, അത് ഇപ്പം വളരെ എളുപ്പമാണ് ജനങ്ങളിലേക്ക് എത്താൻ. യൂട്യൂബിൽ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ, അതുമതി. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിൽ റീലുകളിൽ കൂടിയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തെ 2026. എനിക്ക് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ്. അതിൽ തന്നെ എത്ര മന്ത്രിമാർ മത്സരരംഗത്തുനിന്ന് മാറുമെന്നാണ് കിട്ടുന്ന വിവരം. ഏറ്റവും ഒടുവിൽ കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ല എന്നുള്ളത്, പകരം അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേരേ ഉള്ളൂ, അത് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിറ്റൂരാണല്ലോ അദ്ദേഹം ഉള്ളത്. അവിടെ ചിറ്റൂർ അച്യുതന്റെ മകനും മത്സരിക്കുമോ? ഇവർ രണ്ടുപേരും തമ്മിലുള്ള കൃഷ്ണൻകുട്ടി അച്യുതേട്ടനും തമ്മിലുള്ള മത്സരമാണ്. മത്സരിക്കുമോ എന്നുള്ള രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. നല്ല രീതിയിൽ ആക്റ്റീവാണ് ഇപ്പം. അതെ, അവിടെ മത്സരിക്കാൻ വേണ്ടിയുള്ള വട്ടം കൂട്ടം അദ്ദേഹം നടത്തുന്നുണ്ട്. ഇനിയും രണ്ടാമത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മത്സരരംഗത്തുനിന്ന് മാറുമോ എന്നുള്ളതാണ്. കാരണം വിജയരാഘവൻ തിരിച്ചെത്തുന്നു, അദ്ദേഹം കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നു എന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുമോ? അതും പൊന്നാനിയിലാണ് അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കാണിക്കുകയും ചെയ്യുന്നത്. ഇല്ല, അവിടെ വേറൊരു കോമ്പിനേഷനെ കുറിച്ച് ഒരു കാര്യം ഇന്ന് രാവിലെ കേട്ടു.
ഇരിങ്ങാലക്കുട സീറ്റ് ബിന്ദു മത്സരിക്കുന്നില്ലെങ്കിൽ ഇരിങ്ങാലക്കുട സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കും. എന്നിട്ട് ചാലക്കുടി സീറ്റ് CPM തിരിച്ചെടുത്തിട്ട് CPM ചാലക്കുടിയിൽ മത്സരിക്കും എന്നൊരു കാര്യം കേട്ടു. A. വിജയരാഘവൻ മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് എം സ്വരാജ് അവിടേക്ക് A. വിജയരാഘവൻ വരുന്നു എന്നും കേട്ടു. ഇതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. DD ദേവസി തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തോടെ അത് പോയി. അടുത്ത ഊഴം ഇരിങ്ങാലക്കുടയുടേതാണോ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അല്ല, അവിടെ മത്സരിക്കുകയാണെങ്കിൽ മുൻപ് സംസ്ഥാന SFIയുടെ നേതാവൊക്കെ ആയിരുന്ന UP ജോസഫ് മത്സരിച്ചേക്കും എന്നാണ് ഞാൻ കേട്ടത്. UP ജോസഫിന്റെ പേര് എല്ലാ തവണയും നമ്മൾ കേൾക്കുമെങ്കിലും അല്ല, UP ജോസഫ് പാർലമെന്റിലേക്ക് മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നത്തെ രാഷ്ട്രീയ വൃത്തം അവസാനിക്കുന്നു. വീണ്ടും കാണാം നാളെ.